കാലം ത്രേതായുഗം. ക്ഷത്രിയ വംശത്തെ മുഴുവൻ സംഹരിച്ചതിന്റെ പ്രായശ്ചിത്തമായി പരശുരാമൻ ഭാരതമൊട്ടാകെ രുദ്രചൈതന്യമായ ശിവലിംഗം സ്ഥാപിക്കുകയുണ്ടായി. തന്റെ കർത്തവ്യം കഴിഞ്ഞ് മഹേന്ദ്രഗിരിക്ക് മടങ്ങുന്ന വഴി പരശുരാമൻ ഒരു ഗ്രാമത്തിൽ കുറച്ചു ദിവസം താമസിച്ചു. ഇടുമ്പവനത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്തിരുന്ന ആ ഗ്രാമത്തിൽ രാക്ഷസന്മാരുടെ ആക്രമണം തുടരെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം പരശുരാമൻ ആ സ്ഥലം രാക്ഷസ വിമുക്തമാക്കി. പിന്നീട് പരശുരാമൻ അവിടുത്തെ നാട്ടുകാർക്ക് കളരി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പരശുരാമൻ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. തന്റെ ശിഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന രാമനാഥൻ പരശുരാമനോട് അവിടെ തന്നെ ശിഷ്ടകാലം നിൽക്കാൻ നിർബന്ധിച്ചു. രാമനാഥന്റെ ഉദ്ദേശം മനസ്സിലായ പരശുരാമൻ രാമനാഥനൊരു ഗ്രന്ഥം കൈമാറി. എന്നിട്ട് പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ കുറച്ച് ബ്രാഹ്മണർ വരും. അവർക്ക് ഈ ഗ്രന്ഥം കൊടുക്കണം. ഈ ഗ്രന്ഥം ഒരു മഹത്തായ ആയുധമാണ്. കാലാന്തരത്തിൽ എപ്പോൾ വീണ്ടും അധർമ്മം തല ഉയർത്തുന്നു, അന്ന് ഈ ആയുധം ഈ നാടിനെ രക്ഷിക്കുന്നു. ആ ആയുധത്തിന്റെ പേരാണ് ഭാർഗവശസ്ത്രം. പിൽക്കാലത്ത് രാമനാഥൻ വലിയൊരു കളരി സ്ഥാപിച്ചു. പല രാജാക്കന്മാരും ചക്രവർത്തിമാരും അവരുടെ പടയോട്ടത്തിൽ രാമനാഥന്റെ പിന്മുറക്കാരായ കുറുപ്പന്മാരെ ആശ്രയിച്ചിരുന്നു. പണവും പട്ടവും പെരുകിയപ്പോൾ അധികാരമോഹം തലയ്ക്ക് പിടിച്ച പടക്കുറുപ്പന്മാരിലെ വലിയ ശതമാനം കുടുംബാംഗങ്ങൾ ദുരാചാരങ്ങളിലേക്ക് തിരിഞ്ഞു. അധികാരത്തിന്റെയും നിലനിൽപ്പിന്റെയും യുദ്ധത്തിൽ കുറെ പേർ മരിച്ചു വീണു. തങ്ങളും ഭാർഗവശസ്ത്രത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അതാർക്കും കണ്ടെടുക്കാൻ സാധിച്ചില്ല. കുറുപ്പന്മാരുടെ കുലാന്ത്യത്തിന് ശേഷം അവശേഷിക്കുന്നത് 2 പേര് മാത്രമാണ്. അതിലൊരാൾ താമസിക തന്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയ വിരൂപൻ, തന്റെ ലക്ഷ്യങ്ങൾ നേടിയടക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. മറ്റൊരാളാവട്ടെ എല്ലാം നഷ്ടപ്പെട്ട് എങ്ങോട്ടെന്നറിയാണ്ട് അലയുന്നൊരാൾ, രാമനാഥന്റെ യഥാർത്ഥ പിൻഗാമി കേശവക്കുറുപ്പ്. ഈ ദിനം കേശവന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ചുരുളഴിക്കുമോ? കണ്ടു തന്നെ അറിയാം.